ഇപ്പൊ എല്ലാവിധ സൗകര്യം. ഇന്നലെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. രാവിലെ വളരെ സന്തോഷകരമായ ദിവസമായിരുന്നു ഇന്നലെ. 5 വീടിന് ഞാൻ കല്ലിട്ടു, 5 സ്നേഹ വീടുകൾ. ഇതോടുകൂടി മണ്ഡലത്തിൽ വിധവകളും പെൺകുട്ടികളുടെ അമ്മമാരുമായവർക്ക് മുൻഗണന നൽകിയിട്ടുള്ള സ്നേഹവീട് പദ്ധതിയിൽ 22 വീടുകൾക്ക് കല്ലിട്ട് കഴിഞ്ഞു. അതിൽ 9 വീടുകൾ നമ്മൾ താക്കോൽ, ഒടുവിലത്തെ 2 വീടുകളുടെ താക്കോല് സമർപ്പിച്ചത് മലയാളിയുടെ പ്രിയങ്കരനായ പൃഥ്വിരാജാണ്. പച്ചന്റെ ബാസ്കറ്റ്ബോൾ കോർട്ട് അംഗീകരിച്ചിരിക്കുകയാണ്. നിങ്ങളിതെല്ലാം തരുമ്പോൾ നന്നായി പഠിക്കണം കേട്ടോ. പണ്ടത്തെ പോലെയല്ല, മിനിമം മാർക്ക് ഉണ്ട്. ഇപ്പോ 8 കഴിഞ്ഞ വർഷം മിനിമം മാർക്ക്, ഈ വർഷം 9 മിനിമം മാർക്ക്, അടുത്ത വർഷം 10 മിനിമം മാർക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ എഴുതി എല്ലാവരും ജയിക്കില്ല. പക്ഷെ നമ്മുടെ കാഴ്ചപ്പാട് മിനിമം മാർക്ക് കിട്ടിയില്ലെങ്കിൽ, 8ാം ക്ലാസ് കഴിഞ്ഞു, ഇപ്പൊ 5 കുട്ടികൾ കിട്ടിയില്ല. പല സാഹചര്യങ്ങളുണ്ടാവും, ഓരോ കുഞ്ഞുങ്ങളുടെയും പ്രത്യേക സാഹചര്യങ്ങളായിരിക്കും. അവരൊപ്പം ചേർത്ത് പിടിച്ച് വെക്കേഷനിൽ തന്നെ ഒന്നുകൂടി പരിശീലിപ്പിച്ച് വീണ്ടും പരീക്ഷ നടത്തി അവരെ കൂടി അതിലേക്ക് ഉയർത്തുക. നമ്മൾ മിനിമം മാർക്ക് വയ്ക്കുന്നത് മറ്റ് പലയിടങ്ങളിലെ പോലെ പുറന്തള്ളാനല്ല, അവരെ കൂടി മിനിമത്തിലേക്ക് ഉയർത്തി ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ്. അപ്പൊ അതിൽ എല്ലാവരും നന്നായി പഠിച്ച് മിടുക്കരായി മാറണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട്, നമ്മുടെ ഈ കളമശ്ശേരി മണ്ഡലത്തിലെ ഒരു ആധുനിക സ്കൂളിലും ഇല്ലാത്ത സൗകര്യമാണ് ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകൾ. 41 സ്കൂളുകളിൽ ഇന്നു മുതൽ ലഭ്യമാകുന്നത് റിവേഴ്സ് ഓസ്മോസിസ് പ്ലാന്റ്. ഏറ്റവും പ്യൂരിഫൈ ചെയ്ത വെള്ളം കിട്ടേണ്ട ഡയാലിസിസ് പേഷ്യൻസിന് ഈ പ്ലാന്റ് വഴിയാണ് വെള്ളം കൊടുക്കുക. അത് ചെയ്യുമ്പോൾ അത്രയും പ്യൂരിഫൈ ചെയ്ത വെള്ളമാണ് ഇന്ന് മുതൽ ഏകദേശം 3 കോടിയോളം രൂപ ചെലവഴിച്ച് സ്കൂളുകളിൽ ഏർപ്പെടുത്തുന്നത്. സന്തോഷമായോ? അതുകൊണ്ട് 1-2 ഗുണമുണ്ട്. നിങ്ങൾ നന്നായി വെള്ളം കുടിക്കണ്ടോ? വെള്ളം കുടിക്കാനായിട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ വലിയ കുപ്പിയിൽ അല്ലെങ്കിൽ വാട്ടർ ബോട്ടിൽ ഒക്കെ കൊണ്ടുവരാറില്ലേ? ഇനി അത്ര അധികം കൊണ്ടുവരണ്ട, കുറച്ച് കൊണ്ടുവന്നോ. കാരണം എങ്ങാനും ടാപ്പിൽ തുറക്കുമ്പോൾ വെള്ളം കിട്ടാത്തൊരു അത്യപൂർവ സാഹചര്യം വന്നാൽ കുറച്ച് കയ്യിലിരുന്നോട്ടെ, അല്ലെങ്കിൽ കൈയും വീശി വന്നാൽ മതി. ടീച്ചർമാർക്കും അധ്യാപകർക്കും എല്ലാം ഏറ്റവും കുഞ്ഞുങ്ങൾക്കും പ്യൂരിഫൈ ചെയ്ത് വെള്ളം കിട്ടും. ഇത് ആരംഭിക്കാൻ കാരണം, എല്ലാ വർഷവും സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് പ്രധാന അധ്യാപകർ, മാനേജർ, അതുപോലെ തന്നെ PTA ഭാരവാഹികൾ ഇവരുടെ യോഗം വിളിക്കാറുണ്ട്. ആ യോഗത്തിൽ ആദ്യ വർഷം വിളിച്ചപ്പോൾ ഒരു ടീച്ചർ പറഞ്ഞു, ഇത് കഴിഞ്ഞിട്ടാണ്, സാറേ ഈ കുഞ്ഞുങ്ങള് രാവിലെ ഭക്ഷണം കഴിക്കാതെ വരുന്നത് നല്ലൊരു പങ്കും. അപ്പൊ നോക്കിക്കഴിഞ്ഞപ്പോ ശരിയാ, അപൂർവം വീടുകളിലാണ് സാഹചര്യം ഇല്ലാതെ ഉണ്ടാവുള്ളൂ. ഇനി സാഹചര്യമുള്ള വീടാണെങ്കിലും ഒരു 1ാം ക്ലാസ്സുകാരനും 3ാം ക്ലാസ്സുകാരനും ഒരു വീട്ടിൽ നിന്ന് രാവിലെ സ്കൂളിലേക്ക് പോരുന്നുണ്ടെങ്കിൽ പിന്നെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ ദോശ ചൂടാൻ സമയം കിട്ടില്ല. കാരണം ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ടും റെഡിയാക്കി വിടണ്ടേ. അപ്പൊ ഒരു പാരന്റ് പറഞ്ഞു, വീട്ടിലെല്ലാം കൊടുത്താലും വടിയെടുത്താൽ പോലും കഴിക്കില്ല. നമ്മൾ സ്കൂളിലെ ഉച്ചഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ ഭക്ഷണം ആദ്യമായിട്ട് കാണുന്ന പോലെയാണ് ആർത്തി പിടിച്ച് കഴിക്കണേ. ഞാൻ പറഞ്ഞത് അവർ ഒന്നിച്ചിരിക്കുമ്പോഴുള്ള സന്തോഷമാണല്ലോ. അങ്ങനെയാണ് നമ്മൾ പോഷക സമൃദ്ധം പ്രഭാതം 4ാമത്തെ വർഷത്തിലേക്ക് ബഹുമാനിയായ പ്രസിഡന്റ് പറഞ്ഞതുപോലെ രാവിലെ MLA പദ്ധതിയായി BPCL കൂടി പിന്തുണയോടുകൂടി എല്ലാ കുഞ്ഞുങ്ങൾക്ക് LP UP പ്രഭാത ഭക്ഷണം സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം യോഗം ചേർന്നപ്പോഴാണ് ഈ അഭിപ്രായം വന്നത്. സ്കൂൾ സൗകര്യമെല്ലാം നന്നായി. നമ്മൾ 30 കോടിയാണ് ഈ മണ്ഡലത്തിലെ സ്കൂളുകളുടെ പശ്ചാത്തല വികസനത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. ഏറ്റവും നല്ല സൗകര്യങ്ങൾ. കോവിഡ് കാലഘട്ടത്തിലാണല്ലോ ഞാൻ MLA വരുന്നത്. അപ്പൊ നമ്മൾ ഓൺലൈൻ ക്ലാസ് തുടങ്ങി. അപ്പൊ ഓൺലൈൻ വരുമ്പോൾ ഒരു ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ടാവാൻ പാടില്ല. ഇതില്ലാത്ത കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? നോക്കിയപ്പോൾ 840 കുട്ടികൾക്ക് മണ്ഡലത്തിൽ ടാബുകളോ ഏതെങ്കിലും ഗാഡ്ജറ്റുകളില്ല.
ടാബോ മൊബൈലോ ഒന്നുമില്ല. അങ്ങനെ പല സംവിധാനങ്ങളുടെ സഹായത്തോടെ 1000 ഗാഡ്ജറ്റുകൾ അന്ന് സ്കൂളുകളിലേക്ക് കൊടുത്തു. ടീച്ചർമാരോട് പറഞ്ഞ് തിരിച്ച് നിങ്ങൾ വാങ്ങിച്ച് നിങ്ങൾ ഡിജിറ്റൽ ലൈബ്രറി ആക്കിക്കോന്ന് പറഞ്ഞു. അത് പ്രായോഗികമായില്ലെങ്കിലും 1000-ഓളം ഗാഡ്ജറ്റുകൾ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു. ഈ വർഷത്തെ യോഗത്തിലാണ് ഒരു ടീച്ചർ പറഞ്ഞു, കുഞ്ഞുങ്ങൾക്ക് മഞ്ഞപ്പിത്തം വരുന്നുണ്ട്. ഇപ്പൊ ഈ DD അല്ല, പഴയ നേരത്തെ DD ആയിരുന്നു. ഹെൽത്തിനോട് നോക്കാൻ പറഞ്ഞപ്പോ കോളിഫോം ബാക്ടീരിയയൊക്കെ ചില ടാങ്കൊക്കെ നല്ല വൃത്തിയുള്ളതാണെങ്കിലും വെള്ളം കുറച്ച് അപകടം ഉണ്ടാകുന്നുണ്ട്. അപ്പോഴാണ് ലയൺസ് ക്ലബും അതിന്റെ സാമ്പത്തിക പിന്തുണ നൽകാൻ സിയാലും ഒന്നിച്ചു ചേർന്ന് ഇങ്ങനെ ഒരു പദ്ധതി ആയാലോ എന്ന് കരുതിയത്. അതിന് എല്ലാവിധത്തിലുള്ള സാമ്പത്തിക പിന്തുണയും നൽകിയ സിയാലിനോട് ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. വളരെ അഭിമാനകരമായ രൂപത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ കോർഡിനേറ്റ് ചെയ്ത് മുൻകൈയെടുത്ത ലയൺസ് ക്ലബിനെ ഞാൻ ഈ നാടിനു വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ എല്ലാവിധ സൗകര്യം, ഇന്നലെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. രാവിലെ വളരെ സന്തോഷകരമായ ദിവസമായിരുന്നു ഇന്നലെ. 5 വീട് ഞാൻ കല്ലിട്ടു, 5 സ്നേഹ വീടുകൾ. ഇതോടുകൂടി മണ്ഡലത്തിൽ വിധവകളും പെൺകുട്ടികളുടെ അമ്മമാരുമായവർക്ക് മുൻഗണന നൽകിയിട്ടുള്ള സ്നേഹവീട് പദ്ധതിയിൽ 22 വീടുകൾക്ക് കല്ലിട്ട് കഴിഞ്ഞു. അതിൽ 9 വീടുകൾ നമ്മൾ താക്കോൽ, ഒടുവിലത്തെ 2 വീടുകളുടെ താക്കോല് സമർപ്പിച്ചത് മലയാളിയുടെ പ്രിയങ്കരനായ പൃഥ്വിരാജാണ്. ഇപ്പോ ഇവിടെ വേണമെന്നുള്ളവർ കൈപോയിക്കേ. അപ്പൊ ഭൂരിപക്ഷം ആയാലേ തരുള്ളൂ. നോക്കട്ടെ, മെജോറിറ്റി ആയില്ലല്ലോ. ടീച്ചർ എത്ര കൈപോക്കിയാലും എണ്ണം ഒരു കൈ പറ്റുള്ളൂ. ഓ, ഹയർ സെക്കൻഡറിന്ന് അച്ഛനെങ്ങനെ വിട്ടിട്ടില്ല, അതാണ് വന്നിട്ടുണ്ടോ? അപ്പൊ അവര് മാത്രമേ കൈപോക്കിയിട്ടുള്ളൂ. ബാസ്കറ്റ് ബോൾ ഇഷ്ടമാണോ? അപ്പൊ ഇപ്പോ അച്ഛൻ ഈ നിവേദനം നൽകിയതിന് ശേഷം ബാസ്കറ്റ് ബോൾ സ്കൂളുകളുമായിട്ട് നമ്മുടെ ഒരു പദ്ധതി ഉണ്ട്. ആ പദ്ധതിയിൽപ്പെട്ട സിന്തേറ്റ് അവരുമായിട്ട് സംസാരിച്ചു. അച്ഛന്റെ ബാസ്കറ്റ് ബോൾ കോർട്ട് അംഗീകരിച്ചിരിക്കുകയാണ്. പിന്നെ നിവേദനം 1 പാചകപ്പുരയാണ്. അതാണ് ഇവിടുത്തെ പാചകപ്പുര. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ സാധാരണ എല്ലാ സ്കൂളിൽ പോകുമ്പോ, ഇന്നിപ്പോ സമയം കിട്ടിയില്ല, ആവശ്യം വന്നാൽ അതിന് പ്രഖ്യാപനം നടത്തണമെങ്കിൽ ആദ്യം സ്കൂളിലെ ടോയ്ലറ്റ് പോയി നോക്കും. വൃത്തിയുള്ള ടോയ്ലറ്റ് ആണെങ്കിൽ മാത്രമേ പദ്ധതികൾ അംഗീകരിക്കുള്ളൂ. നിങ്ങളുടെ ടോയ്ലറ്റൊക്കെ വൃത്തിയാണോ? അപ്പൊ ടോയ്ലറ്റ് വൃത്തിയായിരിക്കണം. നമ്മുടെ ചെറിയൊരു പുസ്തകം നിങ്ങൾക്ക് നൽകുന്നുണ്ട്, 1ലെ കുട്ടികൾ, 2ലെ, 3ലെ, 4ലെ ശുചിത്വ പരിപാലനം എങ്ങനെ, ചിത്രകഥ രൂപത്തിൽ. ഇവിടെയും കൊടുത്തിട്ടുണ്ടാവും. കിട്ടിയോ? കുട്ടികൾക്ക് കിട്ടി. 1ാം ക്ലാസ്സിലെ കുട്ടികളോട് എത്തിയിട്ടുണ്ടാവില്ല. കൊടുത്തിട്ടുണ്ട്. ഇത് 5 മുതലാണ്. അപ്പൊ 1 മുതൽ 4 വരെയുള്ള കുട്ടികൾക്ക് ആദ്യം കൊടുത്തു. പിന്നെ ഓരോ വർഷവും 1ൽ വരുന്ന കുട്ടികൾക്ക് ഒരു ചിത്രകഥ, എങ്ങനെ മിഠായിത്തൊണ്ട് ശരിയാക്കണം, വീട്ടിലെങ്ങനെ സെഗ്രഗേറ്റ് ചെയ്യണം, ഇതെല്ലാം പ്രവൃത്തി പരിചയം ഉൾപ്പെടെയുള്ള ചിത്രകഥാ പുസ്തകമുണ്ട്. അപ്പൊ ശുചിത്വമുള്ള വിദ്യാലയമായിട്ട് മാറണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന പാചകപ്പുരയുടെ കാര്യവും നമുക്ക് പരിഗണിക്കാം. ആവശ്യമായ രൂപത്തിൽ ഹൈജീനായിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കാൻ അതുകൂടി പരിഗണിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, അച്ഛൻ ഇനിയിപ്പോ നിവേദനം സമർപ്പിക്കാതെ തന്നെ ആ കാര്യങ്ങളിലെല്ലാം തീരുമാനമായി എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട്, ഈ 41 വിദ്യാലയങ്ങളിലുള്ള ഈ പദ്ധതി നിങ്ങളിതെല്ലാം തരുമ്പോൾ നന്നായി പഠിക്കണം കേട്ടോ. പണ്ടത്തെ പോലെയല്ല, മിനിമം മാർക്കുണ്ട്. ഇപ്പോ 8 കഴിഞ്ഞ വർഷം മിനിമം മാർക്ക്, ഈ വർഷം 9 മിനിമം മാർക്ക്, അടുത്ത വർഷം 10 മിനിമം മാർക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ എഴുതി എല്ലാവരും ജയിക്കില്ല. പക്ഷെ നമ്മുടെ കാഴ്ചപ്പാട്, മിനിമം മാർക്ക് കിട്ടിയില്ലെങ്കിൽ, 8ാം ക്ലാസ് കഴിഞ്ഞു, ഇപ്പൊ 5 കുട്ടികൾ കിട്ടിയില്ല, പല സാഹചര്യങ്ങളുണ്ടാവും. ഓരോ കുഞ്ഞുങ്ങളുടെയും പ്രത്യേക സാഹചര്യങ്ങളായിരിക്കും. അവരൊപ്പം ചേർത്ത് പിടിച്ച് വെക്കേഷൻ തന്നെ ഒന്നുകൂടി പരിശീലിപ്പിച്ച് വീണ്ടും പരീക്ഷ നടത്തി അവരെ കൂടി അതിലേക്ക് ഉയർത്തുക. നമ്മൾ മിനിമം മാർക്ക് വയ്ക്കുന്നത് മറ്റ് പലയിടങ്ങളിലെ പോലെ പുറന്തള്ളാനല്ല, അവരെ കൂടി മിനിമത്തിലേക്ക് ഉയർത്തി ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ്. അപ്പൊ അതിൽ എല്ലാവരും നന്നായി പഠിച്ച് മിടുക്കരായി മാറണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട്, ഇതാണ് നമ്മുടെ ചിത്രകഥാ പുസ്തകം കേട്ടോ. ശുചിത്വത്തിനൊപ്പം
കുട്ടികൾക്കുള്ള കൈപുസ്തകം, ചിത്രകഥയുണ്ട്, പ്രവൃത്തി പരിചയമുണ്ട്. ഇത് ചെറിയ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണത്. എന്നാലും നിങ്ങളും ചിത്രകഥാ പ്രായമൊക്കെ കഴിഞ്ഞവരാണല്ലോ നിങ്ങൾ, എന്നാലും നിങ്ങൾക്ക് കൂടി തരാം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ പദ്ധതി 41 വിദ്യാലയങ്ങളിലെ പദ്ധതിയുടെ കൂടിയുള്ള ഒന്നിച്ചുള്ള ഉദ്ഘാടനമാണത്. അത് അയിരൂർ സ്കൂളിലാകട്ടെ എന്ന് കരുതി. ഈ അറ്റത്താണല്ലോ അയിരൂർ പല ഘട്ടത്തിലും ഇവിടെ വരാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പരിപാടി എന്ന രീതിയിൽ ആദ്യമായിട്ടാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. അതിന് സൗകര്യം നൽകിയ അച്ഛനോട് പ്രത്യേകം നന്ദി കൂടി രേഖപ്പെടുത്തി, നിങ്ങളുടെ എല്ലാവരുടെ അനുമതിയോടുകൂടി ഈ കുടിവെള്ള പദ്ധതി റിവേഴ്സ് ഓസ്മോസിസ് പ്ലാൻ 41 വിദ്യാലയങ്ങളിലെ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.